എമ്പുരാൻ സാമ്പത്തികമായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും. ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. പ്രീ ബിസിനസ്സും ഫസ്റ്റ് 3 ഡേ കളക്ഷൻ കൊണ്ട് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇതിപ്പോ വലിയ പ്രശ്നമാ. സാറിന് ഐശ്വര്യം വരാൻ പോവുകയാണ്. സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ്. സാമ്പത്തികമായിട്ട് വിജയമായിരിക്കും, പക്ഷെ ആളുകൾക്ക് പടം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നീ ആക്ച്വലി പറഞ്ഞു ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 വരെ കൂട്ടിട്ടോ, എന്നിട്ട് നിനക്ക് എന്ത് എക്സ്പെരിമെന്റ് ആണെന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്തിട്ട് നിന്റെ എന്നിന്റെ മറ്റവന്മാരുടെ ഒക്കെ സംശയം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് അല്ല കൈകൊണ്ടെങ്കിലും സഹായം ചെയ്യാൻ. എമ്പുരാൻ ഓടിയാലുണ്ട്, ഓടിയിലുണ്ട്, നിനക്കല്ല എന്ത് ഉണ്ടേ കിട്ടണ. അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കണ, അല്ല പണി ചെയ്ത് കുടുംബത്തിന് കാശിലേക്ക് കൊടുക്കുക. സർക്കാർ ഉദ്യോഗം തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരെ അങ്ങേരെ കണ്ടു പഠിക്കട്ടെ. എമ്പുരാൻ വിജയിച്ചിട്ടുണ്ടായില്ല, നിനക്ക് എന്ത് ഉണ്ട് കിട്ടാനാണ്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ? ഉണ്ടല്ലോ. എമ്പുരാൻ കൊണ്ട് ഗുണമുണ്ടാവുന്ന ആന്റി ബിൽബോറിനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടൻ അഭിമാനം തോന്നുന്നുണ്ടല്ലേ? പിന്നെ സിനിമ നന്നായാലും മോശമായാലും ആന്റി ബിൽബോറിന് കാശ് കിട്ടും. ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. പിന്നെ ഫാൻസിയാർക്ക് ഒരു 3 മണിക്കൂർ പടം കണ്ട് കുറച്ച് എൻജോയ് ചെയ്യാം, കുറച്ച് സന്തോഷം കാണിക്കാം. പക്ഷെ ഇത് അവസാനം ഗുണമുണ്ടാകുമ്പോൾ ആന്റി ബിൽബോറിന് മാത്രമാണ്. നീ ആള് കൊള്ളാമല്ലോ, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? എമ്പുരാൻ പൊളിയുമോ? കാരണം ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയിരിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സിനിമയുടെ ഭാഗമാവുന്നില്ല. നാണക്കേടായി പോയല്ലേ മോനെ, നീ ക്ഷമിച്ചുകളാ. അതാണ് എമ്പുരാൻ പൊളിയുമോ എന്ന് ചോദിക്കാം. ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറി, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്തുകൊണ്ട് എമ്പുരാന്റെ ഭാഗമാവുന്നില്ല? പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിക്കുകയാണോ? ഓക്കെ അണ്ണാന്ന് പറഞ്ഞ പറ്റിക്കുകയാണോ? എന്ത് പരിപാടിയാ കാണിച്ചത്? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. കാരണം ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയപ്പോ എമ്പുരാൻ വേണ്ടി മോഹൻലാൽ ആസിഫാന്റെ കൂടെ എന്തുകൊണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മോഹൻലാൽ ഫാൻസ് മാർച്ച് 27 രാവിലെ 6 മണിക്ക് വണ്ടിയിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. അപ്പൊ മാർച്ച് 27 രാവിലെ 6 മണിക്ക് വനിതാ തിയേറ്ററിൽ വെച്ച് കാണാം. മോഹൻലാൽ ഫാൻസ് കൊറേ നേരം കൈ കാലിട്ട് അടിക്കുന്നത്. ഞാൻ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. അപ്പൊ എമ്പുരാൻ പടം വനിതയിൽ കാണാൻ വരുന്നു. മാർച്ച് 27 രാവിലെ 6 മണിക്ക് ചോദിക്കുക. 6 വനിതാ തിയേറ്ററിൽ ഉണ്ടാവും. I feel something fishy. വനിതാ തിയേറ്റർ ഫേമസ് ആയത് എന്നിലൂടെ തന്നെയാണ്. വനിതാ തിയേറ്ററിൽ മാർച്ച് 27 രാവിലെ 6 മണിക്ക് കാണാം. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്.